അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല വനിത എന്നല്ല ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവര് തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല, വ്യക്തി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഓ, അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിന്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പൊ 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ഭീഷണിപ്പെടുത്താന്നല്ല. കാരണം ഞാൻ പറയാം, കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു, ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവാണ്. ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല, തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവര് നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നാ പറ്റോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല. അത് പിന്നെ സമ്മർദ്ദം തന്നെയല്ലേ? ഭീഷണി എന്നല്ല പറയുന്നത്, അതെനിക്കറിയില്ല. ഭീഷണി അവരാണ് ഉയർത്തിയിരുന്നത്. അന്ന് അവര് ഹരിത വിവാദത്തിൽ അവരെന്തൊക്കെ ഭീഷണിയായിരുന്നു പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ലത്തീഫ് തുറയൂറിന്റെ അങ്ങനെ പോകാറില്ല. പോയാല് തെറ്റില്ല, ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന് കുനാൽ സാഹിബ് എന്നോട് പറഞ്ഞു. അതെ, തെറ്റില്ല, പോയിക്കോട്ടെ. അതേ, ഇത് നമുക്കും അവസരം തരണം എന്നാ പറയുന്നത്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ 90കൾ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ല, അങ്ങനെ നമ്മുടെ പാർട്ടിയിലില്ല, മൂല്യങ്ങളിലില്ല. തിരിച്ചെടുത്ത ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, അതല്ലേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട, വനിതാ ലീഗിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തുന്നത്. അയ്യോ, അത് ഇവിടെയാണ് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം പറയുന്നത്. സീറ്റ് കിട്ടാത്തതിലല്ല ഈ വിഷമങ്ങളൊന്നും. സീറ്റ് കിട്ടാണ്ടെങ്കിൽ ഞാൻ എന്നോ പോണം. കാരണം 96-ൽ നൂർബിന റഷീദിനെയായിരുന്നു കോഴിക്കോട് സൗത്തിൽ പറഞ്ഞത്. ഖമറുന്നിസ അൻവർ വന്നു, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. 2011-ൽ ഡൽഹിയിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട്
ഇന്റർനാഷണൽ വിമൻസ് ഡേന്റെ 100th ഇയറിൽ അവിടെ ഞാൻ നിൽക്കുമ്പം അവിടെ നിന്ന് 2011 തെരഞ്ഞെടുപ്പിലേക്ക് ഗുരുവായൂരിലോ ഇരവിപുരത്തോ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയിരുന്നു. എന്റെ കയ്യിൽ നിന്ന് കുറെ പല രീതിയിലുള്ള മാനസിക പ്രയാസം അന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ തോറ്റതായില്ല. ഒരു സുഹൃത്ത് പറഞ്ഞു, മുനീർ സാഹിബ് ഇട്ടേച്ചു പോയ മണ്ഡലമാണ്. ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. നിങ്ങൾ പറയേ അല്ലല്ല, സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ജയിച്ച് അല്ല, സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. അതല്ല നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കാര്യം അല്ലല്ല. തോൽവിക്ക് കാര്യം ഒന്നുമല്ല, ഒരു തോൽവി വ്യക്തിയല്ല, അത് നിൽക്കുന്നത് പാർട്ടിയാണ്, പ്രസ്ഥാനാണ്, നിലപാടാണ്. തോറ്റതിന്റെ കാരണം എന്താണെന്ന് ഞാൻ എന്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തോറ്റ എല്ലാ സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ പ്രതിദാനം ചെയ്ത ഞാൻ നിന്ന മണ്ഡലത്തിലെ പാർട്ടി പിരിച്ചുവിട്ടിരുന്നു. അപ്പൊ തന്നെ പാർട്ടി അല്ല, അതിപ്പോ പറയണ്ടില്ല, അത് ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് മൂല്യത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് വനിതാ ലീഗ്. അല്ല, പ്രതിദാനം ഞാൻ പറഞ്ഞിട്ടെ അല്ല, ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾക്ക് കാരണം ഞാൻ പറയാം, വനിതാ ലീഗിന്റെ ഒരു സംസ്ഥാന ട്രഷറർ മരിച്ചിട്ട് 1.5 കൊല്ലമായി. ഇതുവരെ അത് നമുക്ക് നികത്തി തന്നിട്ടില്ല. വനിതാ ലീഗ് ഇത് തന്നെയാണ്, പാർട്ടിക്കെതിരെ സംസാരിച്ചു. പക്ഷേ അല്ല അതൊരു ട്രെൻഡ് കീപ്പ് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് അത് കൈമാറും. ആരാണ്? അല്ല, PMA സലാമിനെ ഞങ്ങൾ പാർട്ടി എടുത്തോണ്ട് അംഗീകരിക്കുന്നു, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഞങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായി ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കാനല്ലേ ഞാൻ വരുന്നത്. അതന്നല്ലേ ഞാൻ പറയുന്നത്. ഓ യെസ്. പുതിയ തലമുറയിൽ ഞാൻ പറഞ്ഞില്ലേ, പുതിയ തലമുറ വഴിതെറ്റാൻ പാടില്ല. വേണ്ട, ഞാൻ പറയാം, പണാധിപത്യം ഞാൻ പറയാം. സംസ്ഥാന വനിതാ ലീഗിന്റെ കമ്മിറ്റിയിൽ അതിശക്തമായി ഞാൻ പറഞ്ഞ ഒന്നായിരുന്നു, മുസ്ലിം ലീഗിന്റെ ഞാൻ പറയുന്നല്ലോ, വനിതകൾ ഇടക്കിടക്ക് ഗൾഫിൽ പോകുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വനിതകൾ എന്തിന് ഗൾഫിൽ പോകുന്നു? അവര് പോവാറില്ല. പാർട്ടിക്കൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ല. പാർട്ടി അത് പെരുമാറ്റച്ചട്ടം അല്ല, നമുക്കും കൂടി പറഞ്ഞോട്ടെന്നേ. നിങ്ങളെ പുതിയ തലമുറക്ക് വേറൊരു നിയമം, വനിതകൾക്ക് വേറൊരു നിയമമാക്കി മാറ്റില്ലെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ പുതിയ തലമുറ ഒരുപാട് പേരുണ്ടേ. ഞങ്ങൾക്ക് ഒരുപാട് ചട്ടക്കൂടുകളാണ്. നമ്മുടെയൊക്കെ നിർബന്ധം അല്ല, എന്തിനാണെന്ന് പറയണം. പിന്നെ നിങ്ങൾ നാളെ പിറ്റേന്ന് യെസ്, അതെ, അത് ആണുങ്ങൾ തീരുമാനിക്കട്ടെ. പണാധിപത്യം വലിയൊരു വിപത്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പണാധിപത്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.